കാരോളൈസ് മീഡിയ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 13 തിങ്കളാഴ്ച മുതൽ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട സുപ്രധാനമായ ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യ അറിയിപ്പ്: സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ വലിയൊരു മാറ്റം വരുവാൻ പോകുകയാണ്. സംസ്ഥാനത്തെ റേഷൻ വിതരണവും റേഷൻ കാർഡ് സംവിധാനങ്ങളും കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള മാറ്റമാണ് വരുവാൻ പോകുന്നത്. റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുന്നതിന് പുറമെ താഴെത്തട്ടിൽ വരെ വിതരണം പൂർണ്ണമായും കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് PDS പദ്ധതി നടപ്പിലാക്കുവാൻ കേരളവും തീരുമാനിച്ചു. പദ്ധതി പ്രകാരം കാർഡ് അംഗങ്ങളുടെയും റേഷൻ ഇടപാടുകളുടെയും വിവരങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൗഡ് സെർവറുകളിലാവും സൂക്ഷിക്കുക. നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവ സ്വന്തമായി സൂക്ഷിക്കുന്ന രീതിയാണ്. പദ്ധതി വരുന്നതോടെ മുൻഗണനാ കാർഡുകൾ അനുവദിക്കാനും വിവിധ അപേക്ഷകൾ തീർപ്പാക്കാനും സംസ്ഥാനത്തിനുള്ള അധികാരം പരിമിതമാകും. അതിഥി തൊഴിലാളികളുടെ ഭക്ഷ്യഭദ്രത ലക്ഷ്യമാക്കി ഇവർക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ അനുവദിക്കണമെന്ന നിർദ്ദേശവും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഏത് സംസ്ഥാനക്കാർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പോർട്ടബിലിറ്റി സംവിധാനത്തിലൂടെ റേഷൻ നൽകുന്ന നിലവിലെ സംവിധാനത്തിന് പുറമെ അതിഥി തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതാണ് ഈ പദ്ധതി. പുതിയ സംവിധാനം വരുന്നത് AAY മഞ്ഞ, PHH പിങ്ക് റേഷൻ കാർഡുകാർക്കായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക. റേഷൻ കടകളിലൂടെ പരിപ്പ്, കടല, ഭക്ഷ്യ എണ്ണ എന്നിവ പോലുള്ളവ ഭാവിയിൽ വിതരണം ചെയ്യുവാനും സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ അറിയിപ്പ്: കടുത്ത ചൂടിനെ തുടർന്ന് മെയ് മാസത്തിൽ സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. 2024 മെയ് 3 മുതൽ റേഷൻ കടകൾ രാവിലെ 8 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെ ആയിരിക്കും തുറന്ന് പ്രവർത്തിക്കും. മെയ് 6 മുതൽ ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. മെയ് മാസത്തിൽ AAY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. PHH പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി PHH പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം ലഭിക്കും. കൂടാതെ മെയ് മാസത്തിലും അധിക വിഹിതമായി 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. വെള്ളക്കാർഡുകാർക്ക് 5 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുന്നത്. മൂന്നാമത്തെ അറിയിപ്പ്: മുൻഗണനാ കാർഡുകാരുടെ അതായത് AAY മഞ്ഞ, PHS പിങ്ക് റേഷൻ കാർഡുകാർക്ക് മസ്റ്ററിംഗ് ഇനി ഈ മാസം ഉണ്ടാകുവാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുകയാണ്. നിലവിൽ സംസ്ഥാനത്ത് പലയിടത്തും കടുത്ത ചൂടായതിനാൽ രാവിലെ 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങി വെയിൽ കൊള്ളരുത് എന്ന നിർദ്ദേശം ഉണ്ട്. സൂര്യാഘാതമേറ്റ് പലരും സംസ്ഥാനത്ത് മരണപ്പെട്ടിരുന്നു. കൂടാതെ കേരളത്തിലെ റേഷൻ സംവിധാനം കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് വരികയുമാണ്. കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തിരക്കിലാണ്. ഈ സാഹചര്യത്തിൽ അടുത്ത മാസമേ ഈ മസ്റ്ററിംഗ് തുടങ്ങുകയുള്ളൂ എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. നിലവിൽ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട യാതൊരു അറിയിപ്പുകളും വന്നിട്ടില്ല. എന്നാൽ മുൻഗണനാ കാർഡുകാർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നുള്ളത് ഉറപ്പാണ്. നിലവിൽ ഏകദേശം 20% പേർ മാത്രമേ സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള തീയതി അറിയിപ്പ് വന്നാൽ ഉടനെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കാരോളൈസ് മീഡിയ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്